സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുണ്ടാക്കിയ ആയുധ പ്രതിരോധ കരാർ ഇന്ത്യയെ ബാധിക്കുമോ? ഭാവിയിൽ ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തിന് ഉണ്ടാകുമോ? ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കും എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് പാകിസ്ഥാനുമായി സൗദി അറേബ്യ ഒരു കരാർ ഉണ്ടാക്കുന്നത്. മുൻപേ ഒരു ആയുധ കരാർ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും ഇത്രയും ശ്രദ്ധേയമായ രീതിയിൽ ആണവായുധം പോലും പരാമർശിക്കപ്പെടുന്ന രീതിയിൽ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി എന്ന് പറയുന്നത് മേഖലയെ വല്ലാത്ത രീതിയിൽ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് എത്രത്തോളം നമ്മളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇതിൽ പരിശോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരിക്കലും ചേർന്ന് നിൽക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. വല്ലാത്ത രീതിയിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാ കാലത്തും പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ തിരിച്ചടിക്കാറുണ്ട്. എന്നാൽ സൗദി അറേബ്യയും ഇന്ത്യയും വലിയ സൗഹൃദ രാജ്യമാണ്. ഏകദേശം 26 ലക്ഷത്തോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യം കൂടിയാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. UAE ഏകദേശം 36 മുതൽ 40 ലക്ഷത്തോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നത്. പിന്നീട് വരുന്നത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലും നല്ല സൗഹൃദ ബന്ധമാണ്. നല്ലൊരു ശതമാനം പാകിസ്ഥാനികൾ സൗദിയിലും ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം 1947 ശേഷം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ആരംഭിച്ചിട്ടുണ്ട്. 47 അവസാനം 48 ആരംഭത്തിലുമാണ് കാശ്മീരിന് വേണ്ടിയിട്ടുള്ള യുദ്ധം തുടങ്ങുന്നത്. 1965 രണ്ടാം കാശ്മീർ യുദ്ധം എന്ന് പറയുന്ന യുദ്ധം ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. 1971 ബംഗ്ലാദേശ് വിമോചനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ നേരിട്ട് ഇടപെട്ട യുദ്ധമാണ് പാകിസ്ഥാനുമായിട്ടുണ്ടായത്. ഇന്ത്യയുടെ നിർമ്മിതിയാണ് ബംഗ്ലാദേശ്. ഇന്ത്യയാണ് ആ രാജ്യത്തെ സ്ഥാപിച്ചു കൊടുത്തത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ. 1999 കാർഗിലുമായിട്ട് ബന്ധപ്പെട്ട് മാരകമായിരിക്കുന്ന യുദ്ധം നടന്നു. ഇന്ത്യ വലിയ രീതിയിൽ അതിജീവനം നടത്തിയ യുദ്ധമായിരുന്നു കാർഗിൽ യുദ്ധം എന്ന് പറയുന്നത്. പിന്നീട് സൈനിക ഏറ്റുമുട്ടലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അത് 1967 നാഥുല മേഖലയിൽ ഏറ്റുമുട്ടൽ നടന്നു. 1984 സിയാച്ചിൻ മേഖലയിൽ ഏറ്റുമുട്ടൽ നടന്നു. 2001-2 വർഷത്തിൽ പാർലമെന്റ് ആക്രമണത്തോടനുബന്ധിച്ച് ഏറ്റുമുട്ടലുകൾ പല മേഖലയിൽ വെച്ച് നടന്നു. 2016 ഉറി ആക്രമണത്തോടനുബന്ധിച്ച് മറ്റൊരു രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടന്നു. 2019 പുൽവാമ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റുമുട്ടൽ നടന്നു. ഇത് പ്രധാനമായിരിക്കുന്ന ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് ഇതാണ്. പിന്നീടും ഒരുപാട് സംഭവം നടന്നിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുറിവേറ്റ ഒരു ആക്രമണം എന്ന് പറയുന്നത് 2025, അതായത് ഈ വർഷം ഏപ്രിൽ മാസം 22 കാശ്മീരിലെ പെഹൽഗാം പ്രദേശത്ത് ഭീകരർ നടത്തിയ ആക്രമണമാണ്. പൂർണ്ണമായിരിക്കുന്ന പിന്തുണ പാകിസ്ഥാനായിരുന്നു. 26 പേർ കൊല്ലപ്പെട്ട ആക്രമണത്തോടനുബന്ധിച്ച് ഇന്ത്യ ശക്തമായിരിക്കുന്ന തിരിച്ചടി നൽകി. നമുക്കറിയാവുന്നതാണ് ആ കാര്യങ്ങളൊക്കെ. ഇനി ഇറാനുമായിട്ടുള്ള വിഷയം. പാകിസ്ഥാനും ഇറാനും തമ്മിൽ, ഇന്ത്യയും ഇറാനും തമ്മിൽ വലിയ സൗഹൃദ ബന്ധമാണ്. അവരുടെ ഒരു സീപോർട്ട് പോലും ഇന്ത്യയാണ് സ്ഥാപിച്ചു കൊടുത്തത്. അങ്ങനെ വലിയ സൗഹൃദം, വലിയ ബന്ധം ഇറാനുമായിട്ട് ഇന്ത്യ നിലനിർത്താൻ ഇറാനികൾക്ക് വലിയ താല്പര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കും വലിയ താല്പര്യമാണ് ഇറാനോട്. അങ്ങനെയാണ് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നല്ല ബന്ധമല്ല. 2024 പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടൽ തന്നെ നടന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ 2024 ജനുവരി മാസം 3-ാം തീയതി കെൻമാൻ നഗരം എന്ന് പറയുന്ന പ്രദേശത്ത്, ഇറാനിലെ കെൻമാൻ നഗരത്തിലാണ് അവരുടെ സൈനിക കമാൻഡറായിരുന്ന കാസിം സുലൈമാനിയെ അടക്കം ചെയ്ത കല്ലറയുള്ളത്. അവരുടെ വാർഷികത്തോടനുബന്ധിച്ച് അവിടെ ഭീകരാക്രമണം നടന്നു എന്ന് മാത്രമല്ല, 2 കാറിലാണ് സ്ഫോടനം നടത്തിയത്. 95 ഇറാനികൾ കൊല്ലപ്പെട്ട ആക്രമണമായിരുന്നു അന്ന് നടന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തോടനുബന്ധിച്ച് പാകിസ്ഥാനിലുള്ള ഭീകര സംഘം നുഴഞ്ഞു കയറി ഇറാനിൽ കയറി ആക്രമണം നടത്തി എന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് 2024 ജനുവരി മാസം 16-ാം തീയതി ഇറാൻ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ഭീകര ക്യാമ്പുകളെ ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം നടത്തി. അങ്ങനെ അവരുമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ, അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഇറാനും പാകിസ്ഥാനും, ചെറിയൊരു ഭാഗമെങ്കിലും.
അപ്പോൾ അവിടെ നിന്നിട്ട് ഭീകരർ കയറാനുള്ള അവസര സാഹചര്യങ്ങൾ ഉണ്ടാക്കും. ഇവിടെ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ രീതിയാണ്. ഭീകരരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. സമാധാനം ആഗ്രഹിക്കുന്നതല്ലല്ലോ ഭീകരവാദികൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഈ 16-ന് ആക്രമണം നടത്തിയ സമയത്ത് 17-ാം തീയതി ഇറാനിലെ സിസ്റ്റാൻ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ അവർ തിരിച്ചടി നടത്തി. 9 പേരെങ്കിലും അന്ന് കൊല്ലപ്പെട്ടിട്ടു എന്നുള്ളതാണ് കണക്ക്. ഇതൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് ഏറെക്കുറെ മനസ്സിലായ മുസ്ലിം രാജ്യങ്ങൾ, തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നം പരിഹരിച്ചു. പ്രശ്നം വെച്ചാൽ ആ സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ട. കാരണം ഇറാൻ ആക്രമിച്ചു, അവിടെയും മരണം നടന്നിട്ടുണ്ട്. പാകിസ്ഥാൻ തിരിച്ചാക്രമിച്ചു, ഇവിടെ മരണം നടന്നിട്ടുണ്ട്. അത് അവിടെ അവസാനിപ്പിക്കുന്ന തരത്തിൽ, കാരണം എന്ന് പറഞ്ഞാൽ വലിയൊരു യുദ്ധം അവിടെ നടക്കുന്നുണ്ട് പാലസ്തീനും ഇസ്രായേലും തമ്മിൽ. അതിനിടയിൽ മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്രായേലിന് വലിയ താല്പര്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു മധ്യസ്ഥ വിഷയത്തോടു കൂടി താൽക്കാലികമായിട്ട് അത് അവസാനിച്ചു. 2020 ജനുവരി 3-ാം തീയതിയാണ് ബാഗ്ദാദിൽ വെച്ച് ഖാസിം സുലൈമാനെ കൊല്ലപ്പെടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നും വലിയ മുറിവേറ്റ ഒരു മരണമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ചരമവാർഷികമൊക്കെ വലിയ രീതിയിൽ 10,000-ങ്ങളും ലക്ഷങ്ങളും നിരക്കുന്ന രീതിയിലുള്ള ആഘോഷ പരിപാടിയായിട്ടാണ് അവിടെ അത് കൊണ്ടു നടക്കാറുള്ളത്. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ഇറാനും സൗദിയും തമ്മിൽ നല്ല ബന്ധമല്ല. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുളത്തയായിട്ടാണ് നിൽക്കുന്നത്. ഇറാനും സൗദിയും തമ്മിൽ വലിയ രീതിയിൽ ഏറ്റുമുട്ടൽ നടത്തിയിട്ടുണ്ട്. നമ്മൾ നോക്കാം. 979 അതായത് ഇസ്ലാമിക വിപ്ലവം നടന്നതിനോടനുബന്ധിച്ച് തന്നെ കഅബ ആക്രമണം നടന്നു. വിശുദ്ധ കഅബ ഷരീഫിലേക്ക് ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാം കൂടി സംസാരിക്കാൻ സമയമില്ല. 987 ഹജ്ജ് കലാപം നടന്നു. അത് ഇറാനും സൗദി സേനയും സൗദിയിലെ സൈനികരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുണ്ടായി. 400 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഹജ്ജിന് വന്നവരൊക്കെ അതിൽ പെട്ടിട്ടുണ്ട്. 990 കാലഘട്ടത്തിലായപ്പോൾ ഏറെക്കുറെ ഇത് ശാന്തമായിപ്പോൾ. അതിനിടയിൽ ഒരുപാട് നയതന്ത്ര പ്രശ്നങ്ങളും നയതന്ത്രം വിച്ഛേദിക്കുന്നതും ഒറ്റതിരിഞ്ഞുള്ള ഏറ്റുമുട്ടലുകളും പ്രശ്നങ്ങളും അതോടനുബന്ധിച്ച് ഷിയ നേതാവിനെ സൗദി അറേബ്യ തലവെട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അതൊന്നുകൂടി സങ്കീർണമാക്കി, അങ്ങനത്തെ കുറേ വിഷയമുണ്ട്. 90 കാലഘട്ടത്തിലായ സമയത്ത് ഏറെക്കുറെ ശാന്തമായി ഇറാനും സൗദിയും തമ്മിൽ ഏറെക്കുറെ ശാന്തമായി. എന്നാൽ 2015 യമനിൽ ആഭ്യന്തര കലാപം ഉണ്ടായി. അവിടുത്തെ ഭരണകക്ഷികളും ഇറാൻ പിന്തുണക്കുന്ന ഷിയ മിലീഷ്യകളും ഹൂത്തികൾ ചേർന്നുകൊണ്ട് അവിടെ തമ്മിൽ വലിയ ഏറ്റുമുട്ടലുകൾ നടന്നു. ഈ ഏറ്റുമുട്ടൽ നടത്തിയ സമയത്ത് യമന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് സൗദി അറേബ്യ. അപ്പോൾ യമൻ എന്ന് പറയുന്ന അവിടുത്തെ ഔദ്യോഗിക സർക്കാർ സൗദി അറേബ്യയുടെ സഹായം തേടി. സൗദി അറേബ്യ സൈന്യത്തിന് അയച്ചു. അങ്ങനെ അവിടുത്തെ വിമതപക്ഷമായിരിക്കുന്ന ഹൂത്തി വിമതർ സൗദി സേനയും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടൽ തുടങ്ങി. അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് എത്തി. വലിയ രീതിയിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു, നാശനഷ്ടങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സംഘർഷാവസ്ഥ എവിടം വരെ എത്തിയെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ യമനിൽ നിന്ന് സൗദി തലസ്ഥാനമായിരിക്കുന്ന റിയാദിലെ കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ പരിധിയിൽ വരെ യമൻ മിസൈൽ വായിച്ചു. യമൻ എന്ന് പറഞ്ഞാൽ ഹൂത്തികൾ മിസൈൽ പായിച്ചുകൊണ്ട് അത് ലോകത്ത് തന്നെ ഞെട്ടിപ്പിച്ചൊരു സംഭവമായിരുന്നു. ഏറ്റവും ഒടുവിലത്തെ ആക്രമണം എന്ന് പറഞ്ഞാൽ 2019 സൗദി എണ്ണശാലയിൽ ഡ്രോൺ ആക്രമണം നടത്തി. വലിയ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടായതാണ്. എന്നാൽ 2023 ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതോടുകൂടി മൊത്തത്തിൽ അവസ്ഥാ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നു. ഇതിന് പരമാവധി ലോക മുസ്ലിം രാഷ്ട്രങ്ങൾ അപ്പാടെ തന്നെ പിന്തുണച്ചു. അത് ഗവൺമെൻറ് തലത്തിൽ, ഔദ്യോഗിക തലത്തിൽ പറഞ്ഞവരുണ്ട്, പറയാത്തവരുണ്ട്, അങ്ങനെ പോകുന്നു. ഈ ഒരു സാഹചര്യങ്ങൾ അമേരിക്ക വലിയ പിന്തുണയോടുകൂടി യുദ്ധം നയിക്കും എന്നുള്ള കൃത്യമായ രീതിയിൽ ലോകത്തിന് അറിയാവുന്നതാണ്. അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ പോകുന്നത്. ആ സമയത്ത് സൗദി അറേബ്യയുടെ സൗഹൃദ രാജ്യമായ ചൈന ചില നിലപാടുകൾ പറഞ്ഞു. അതായത് സൗദി അറേബ്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇറാനാണ്. അത്രയൊന്നും ബന്ധമില്ലെങ്കിലും ചൈനയും സൗദിയും തമ്മിൽ ബിസിനസ് സംബന്ധമായ രീതിയിൽ വലിയ ബന്ധങ്ങളുണ്ട്. കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ടും സാമ്പത്തിക നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ടും എല്ലാം. മാത്രമല്ല ഈ സൗദി വ്യവസായികൾ വൻതോതിൽ സാമ്പത്തിക നിക്ഷേപം ചൈനയിൽ നടത്തിയിട്ടുണ്ട്.
അതിൽ ഭരണാധികാരികളുമുണ്ട്, അല്ലെങ്കിൽ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ടവരും സൗദിയിൽ ഈ ചൈനയിൽ വലിയ രീതിയിൽ നിക്ഷേപം നടത്തിയവരാണ്. അപ്പോൾ അങ്ങനത്തെ ബന്ധങ്ങൾ ഗവൺമെൻറ് തലത്തിലും എല്ലാ തലത്തിലൊക്കെ വലിയ ബന്ധങ്ങളുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചൈന എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ പ്രസിഡന്റ് അടക്കമുള്ള മർമ്മപ്രധാന ആളുകൾ ഇറാനുമായിട്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾ തമ്മിൽ കൊമ്പ് കോർക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, അതായത് യമനിലെ ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ ഇറാൻ പിന്തുണയുള്ള മിലീഷ്യകളാണ്, സൗദി അറേബ്യയും തമ്മിലാണ്, അപ്പോൾ ഇറാനും സൗദി തമ്മിലാണ് എന്ന് നമ്മൾ കൃത്യമായി പറയാൻ പറ്റുന്നതാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൽ അമേരിക്ക വലിയ രീതിയിൽ മുതലെടുപ്പ് നടത്തും. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മാത്രമല്ല, അത് ഗസ യുദ്ധത്തെ പോലും സാരമായിട്ട് ബാധിക്കും. അതിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. ചൈന ആ വിഷയം സൗദി അറേബ്യയുമായിട്ട് സംസാരിച്ചപ്പോൾ സൗദി അറേബ്യ അത് എന്നോ തയ്യാറാണ്. പ്രശ്നം ലഘൂകരിക്കുകയും ഇല്ലാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതും അയൽ രാജ്യങ്ങളുമായിട്ടും മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള സംഘർഷാവസ്ഥ പരിഹരിക്കണം എന്നുള്ള കാര്യങ്ങൾ എല്ലാം സൗദി അറേബ്യയുടെ 2030 അവരുടെ ഏറ്റവും വലിയ വ്യവസായ സംവിധാന കാര്യങ്ങൾ വരുന്ന 2030 വർഷവുമായിട്ട് ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശമാണ്. നക്ഷത്ര നഗരം സൃഷ്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെച്ചത് എല്ലാവരുമായിട്ട് സൗഹൃദം എന്നുള്ളതാണ്. ആ സൗഹൃദത്തിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇറാനും സൗദി അറേബ്യയും ഒന്നിച്ചു. പിന്നീട് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിച്ചു. അതൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, 979 ശേഷം നടക്കുന്ന ആദ്യത്തെ സംഭവം ഇതൊക്കെ. ഇറാന്റെ പ്രസിഡന്റ് 3 പ്രാവശ്യമെങ്കിലും, അതായത് ഇബ്രാഹിം റൈസി 3 പ്രാവശ്യമെങ്കിലും സൗദി സന്ദർശിച്ചു. അതിനുശേഷം ഇപ്പോഴത്തെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ 2 തവണയോ അതിൽ കൂടുതലോ സൗദി സന്ദർശിച്ചു. സൗദി അറേബ്യ പ്രതിനിധികൾ ഇറാൻ സന്ദർശിച്ചു. അങ്ങനെ വലിയ സൗഹൃദ ബന്ധങ്ങളൊക്കെ. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണ്? സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ആണവായുധ കരാറ് എല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യയെ അതെങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. സൗദി അറേബ്യ കൃത്യമായ രീതിയിൽ ലോക നിരീക്ഷണം നടത്തി പഠനം നടത്തുകയും അതിനനുസരിച്ച് രാജ്യത്തിലെ ഭരണ സംവിധാനത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന വലിയൊരു സംവിധാനമുള്ള രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. ഒരു രാജ്യമായിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളതൊന്നും അവർക്കൊന്നും ഇഷ്ടമല്ല. എന്നാൽ ഇസ്രായേലുമായിട്ടുള്ള സംഘർഷാവസ്ഥയിൽ 2 തവണ 948 ഇസ്രായേൽ സ്വാതന്ത്ര്യമായതിനു ശേഷം 2 തവണ ഇസ്രായേലിനെതിരെ യുദ്ധത്തിൽ അറബ് രാജ്യങ്ങളെ സൗദി അറേബ്യ സഹായിച്ചിട്ടുണ്ട്. ഒന്നുകിൽ സിറിയ അല്ലെങ്കിൽ ഈജിപ്ത്, നേരിട്ടല്ലെങ്കിൽ പോലും. UAE, ഖത്തർ, ബഹ്റൈൻ പോലുള്ള രാജ്യങ്ങൾ അത്തരം ഒരു സഹായം ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ സൗദി അറേബ്യ വളരെ കൃത്യമായ രീതിയിലുള്ള നിലപാട് പാകിസ്ഥാനുമായിട്ട് എടുത്തത് അവർക്ക് ആണവായുധം കിട്ടാൻ വേണ്ടി മാത്രമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്താണ് കരാർ വ്യവസ്ഥ? കരാർ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ പാകിസ്ഥാനെയോ സൗദിയെയോ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ സംയുക്തമായി തിരിച്ചടിക്കണം എന്ന് കരാർ വ്യവസ്ഥയിൽ പറയുന്നു. ഇന്ത്യയും പാകിസ്ഥാനും എല്ലാ കാലത്തും സംഘർഷാവസ്ഥ ഉള്ള രാജ്യമാണ് എന്നുള്ളത് സൗദി അറേബ്യക്ക് അറിയാം. പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യ തിരിച്ചടിക്കും. ആ തിരിച്ചടിയോടനുബന്ധിച്ച് സൗദി സൈന്യം ഇന്ത്യ തിരിച്ചടിക്കുമോ എന്നൊരു ചോദ്യം പ്രസക്തമാണ് അവിടെ. ആ ചോദ്യത്തിന് നമ്മൾക്ക് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കില്ല എന്ന് മാത്രമല്ല, ഈ കരാർ വ്യവസ്ഥയിൽ മറ്റൊരു ലഘൂകരിക്കുന്ന കരാർ വ്യവസ്ഥ അല്ലെങ്കിൽ സബ്ബായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 26 അല്ലെങ്കിൽ 26 മുതൽ 28 ലക്ഷത്തോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഒരു രാജ്യം ആ മാതൃരാജ്യത്തെ ആ മാതൃരാജ്യത്തിനെതിരെ പാകിസ്ഥാനോടൊപ്പം യുദ്ധം ചെയ്യാന്ന് പറയാൻ അസാധ്യമാണ്. അങ്ങനെ സംഭവം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. ഇനി രണ്ടാം ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ട് വിഷയം ഉണ്ടാകുന്ന സമയത്തോ, ഇറാനുമായിട്ട് പാകിസ്ഥാന് വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇറാനെതിരെ, അതായത് ഇറാൻ ഇപ്പോൾ പാകിസ്ഥാൻ ആക്രമിച്ചു എന്ന് കരുതുക. ഇതിനു മുമ്പ് പാകിസ്ഥാൻ ഈ വർഷം 2025 വർഷത്തിൽ ഈ സംഭവം നടന്നത്, 2024 ഈ സംഭവം നടന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് പാകിസ്ഥാൻ ഇറാൻ ആക്രമിച്ചാൽ എന്ത് ചെയ്യണം? പാകിസ്ഥാനോടൊപ്പം ചേർന്നുകൊണ്ട് സൗദി അറേബ്യ ഇറാനെ തിരിച്ചടിക്കണം. അങ്ങനെ സംഭവം ഉണ്ടാകുമോ? ഇവിടെ ഇപ്പോൾ 2023 കൂടി പാകിസ്ഥാനും സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള എല്ലാ വിഷയങ്ങളും ചൈനയുടെ നേതൃത്വത്തിൽ അവസാനിച്ച് വലിയ സൗഹൃദ നയതന്ത്ര ബന്ധമുള്ള ഒരു 2 രാജ്യങ്ങളായിട്ട് ഇറാനും സൗദി അറേബ്യയും മാറി.
അപ്പോൾ പാകിസ്ഥാൻ ആക്രമിക്കുന്ന സ്ഥിതി വരികയാണെങ്കിൽ സൗദി അറേബ്യയുടെ സൈന്യത്തെ അയച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പോകുന്നില്ല. പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ സൗദി അറേബ്യയുടെ സൈന്യത്തെ അയക്കാനുള്ള സാധ്യതയില്ല. അതൊന്നും എങ്ങനെയാണെങ്കിലും അതൊരു ലോജിക്കായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ പാകിസ്ഥാനും ഈ സൗദി അറേബ്യയും തമ്മിൽ കരാറുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. സൗദി അറേബ്യ ഏതെങ്കിലും രാജ്യങ്ങൾ ആക്രമിച്ചാൽ പാകിസ്ഥാന്റെ സൈന്യം ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തോടു കൂടി ആ രാജ്യത്തെ ആക്രമിക്കും. ലക്ഷ്യം ഏതാണ്? ലക്ഷ്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മാത്രമാണ്. ഇസ്രായേലോ അമേരിക്കയോ അമേരിക്കയെ തന്നെ പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കും. അവിടെ ഒരു ആണവായുധം പ്രയോഗിക്കണമെങ്കിൽ അതിന് പാകിസ്ഥാൻ മടിക്കില്ല എന്ന തരത്തിലൊരു കരാർ വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം കൃത്യമാണ്. ഇങ്ങനെ ഒരു കരാർ പെട്ടെന്ന് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു, സൗദി ആക്രമിക്കില്ലെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായാൽ വളരെ പൊടുന്നനെ തന്നെ പാകിസ്ഥാന്റെ സൈന്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാനുള്ള ഒരു സംവിധാന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ക്രോഡീകരണമാണ് ഈ കരാർ വ്യവസ്ഥ എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.